നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിലെ ഫോർത്ത് മൊഡ്യൂൾ ആയിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ എടുത്തിരുന്നു. ഇന്ന് പറയാനായിട്ട് പോകുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, പർപ്പസ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് ഒക്കെയാണ്. ഇവിടെ മൊത്തം 7 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ നോക്കിയേ, അപ്പം ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും പർപ്പസ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചാലും ഈ പോയിന്റുകൾ തന്നെയാണ്. അപ്പൊ ഇമ്പോർട്ടൻസ് തന്നെയാണ് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ പർപ്പസ് എന്നെല്ലാം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഈ പോയിന്റുകൾ തന്നെയായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദ ബ്രാഞ്ച്. ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബ്രാഞ്ചിന്, ഇപ്പൊ നമുക്കറിയാം പല പല ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഹെഡ് ഓഫീസ് ഒരുപാട് ബ്രാഞ്ചസുകളെ ഓരോരുത്തടുത്ത് ഓരോരോ ലൊക്കേഷനിലും സ്ഥാപിച്ചിട്ട് അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണ്ടേ. എന്നാൽ മാത്രമല്ലേ അവിടെ ഒരു ബ്രാഞ്ച് കൊണ്ട് അവിടെ ആ ഒരു ബിസിനസ്സിന് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ച് കൊണ്ട് നഷ്ടം വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂ. നഷ്ടമാണെങ്കിൽ ആ ബ്രാഞ്ചസിനെ എന്ത് ചെയ്യാം, ചിലപ്പോൾ അവർക്ക് ആ ബ്രാഞ്ചസ് വേണ്ടെന്ന് തന്നെ വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാഞ്ച് അക്കൗണ്ടിങ് ഫോളോ ചെയ്തിരിക്കണം. അപ്പം ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ ബ്രാഞ്ചിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. നോക്കിയേ, the head office has to know the profit or loss at each branch in order to measure the efficiency of each branch. അപ്പം ഈ ബ്രാഞ്ചിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയേണ്ടത് ആരുടെ കടമയാണ്, അല്ലെ ആരുടെ ഉത്തരവാദിത്വമാണ്? ഹെഡ് ഓഫീസിന്റെയാണ്, അല്ലെ. ഹെഡ് ഓഫീസ് ഇത്രയും പൈസ മുടക്കി ഒരു ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടക്കുന്നോ എന്നറിയണമെങ്കിൽ അത് ഈ ലാഭത്തിനെയും നഷ്ടത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നല്ല ലാഭമാണ് എന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നല്ല ഓപ്പറേഷൻ ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെ നല്ല പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നും ബിസിനസ് നല്ല രീതിയിൽ സെയിൽസ് ഒക്കെ നടത്താൻ ആ ബ്രാഞ്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു നിഗമനത്തിൽ എത്താം. അപ്പം ഒരു ബ്രാഞ്ചിന്റെ എഫിഷ്യൻസി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലൂടെ പറ്റും. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഈ പറയുന്ന ഹെഡ് ഓഫീസിന് ആ ഒരു ബ്രാഞ്ചിന്റെ പെർഫോമൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യം മെഷർ ചെയ്താൽ മതി. അത് ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കുന്നു. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് അസർടെയിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിന്റെയും ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് the head office has to ascertain the financial position of each branch on a particular date. It is highly essential for financial planning. ഇപ്പം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചസിന്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, എന്തുമാത്രം അസറ്റ് ഉണ്ട്, എന്തുമാത്രം ലയബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് നോക്കിയാൽ മതി, ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി, അല്ലേ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ് ഹെഡ് ഓഫീസിനെ സഹായിക്കുന്നു. ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ ഫിനാൻഷ്യൽ പ്ലാനിങ്. അതായത് ഓരോ സ്ഥാപനത്തിന്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഹെഡ് ഓഫീസിന് നല്ല രീതിയിലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ. ഇപ്പം പറയുന്നത് ഓരോ ബ്രാഞ്ചസിനെയും ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ഏത് ബ്രാഞ്ചസ് ആണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്, ഏത് ബ്രാഞ്ചസിനാണ് കൂടുതലായിട്ട് ഫണ്ട് വേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ എവിടെയാണ് പൈസ അധികം മുടക്കേണ്ടത്, മുടക്കിയാൽ പ്രയോജനപ്പെടുത്തുന്ന ബ്രാഞ്ച് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇത് സഹായിക്കുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് മീറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. In order to meet the statutory requirements as to audit of the accounts of the branch of a company, the branches as well as the head office have to maintain proper accounts. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഇത് അത്യാവശ്യമാണ്, അല്ലേ. അതായത് നമ്മുടെ കമ്പനിയുടെ ബ്രാഞ്ചസ്, ആ ബ്രാഞ്ചസിന്റെ അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഓഡിറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ബ്രാഞ്ച് അക്കൗണ്ടിങ് വേണം. The branches as well as the head office have to maintain proper accounts. ബ്രാഞ്ചസ് മാത്രമല്ല ഹെഡ് ഓഫീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കാരണം കൃത്യമായിട്ട് ഈ പറയുന്ന എത്രയാണ് ലാഭം നഷ്ടം എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിയണം. അപ്പൊ അത് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന
ബ്രാഞ്ച് അക്കൗണ്ടിങ് ചെയ്തിരിക്കണം. മാത്രമല്ല എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്തിരിക്കണം, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം തന്നെ അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഉണ്ടല്ലേ, നിയമപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇതെല്ലാം എന്താണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. Then calculation of commission. Often a branches are to be given commission either on the basis of sales or on the basis of profit. നമുക്കറിയാം ഓരോ ബ്രാഞ്ചസിനും അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കൊടുക്കും, കമ്മീഷൻ കൊടുക്കും. കാരണം ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബ്രാഞ്ചസ് നല്ല രീതിയിൽ എന്ത് ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. കമ്മീഷൻ അവർക്കറിയാം എത്രത്തോളം സെയിൽസ് നടത്തുന്നു അത്രത്തോളം അവർക്ക് എന്ത് ചെയ്യും, കമ്മീഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ബ്രാഞ്ചിന് കമ്മീഷൻ കൊടുക്കണമെങ്കിലും അവിടെ എന്തുമാത്രം അവർ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ്സിന് എന്തുമാത്രം നേട്ടം ഈ ബ്രാഞ്ചസിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നറിയണ്ടേ. അപ്പൊ അതിനും കൃത്യമായിട്ട് എന്ത് വേണം, ബ്രാഞ്ച് അക്കൗണ്ടിങ് വേണം അല്ലെ. ഓരോ ബ്രാഞ്ചസും എത്രത്തോളം ലാഭം നമുക്ക് ഉണ്ടാക്കി തരുന്നോ അത്രത്തോളം നമ്മൾ, അല്ലെങ്കിൽ എത്രത്തോളം സെയിൽസ് അവർ നടത്തുന്നോ അതിനനുസരിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലൂടെ മാത്രമേ ഓരോ ബ്രാഞ്ചസിനും എത്രത്തോളം ലാഭം നമുക്ക് വേണ്ടി അവർ ചെയ്തു തരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാനും പറ്റൂ, കമ്മീഷൻ കൊടുക്കാൻ പറ്റൂ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് എന്ത് കിട്ടും, കമ്മീഷൻ കിട്ടും. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. To calculate the amount of commission payable to branch officials, proper books are to be maintained. അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ ബ്രാഞ്ച് ഒഫീഷ്യൽസിനും നമ്മൾ കമ്മീഷൻ കൊടുക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എത്ര കമ്മീഷൻ കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രോപ്പർ ആയിട്ടൊരു ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ആണ്. In order to take a decision as to expansion of business, profitability of each branch and type of business is to be ascertained. This is possible only if proper books are maintained. അതുപോലെ തന്നെ in order to take a decision as to expansion of business, ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ബ്രാഞ്ച് ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് ടു ബി അസർട്ടൈൻഡ്. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബ്രാഞ്ചസിനെയും പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ അവർ എന്ത് തരം ബിസിനസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് പ്രോപ്പർ ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൃത്യമായിട്ടൊരു ബുക്കിൽ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രോപ്പർ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കിത് മനസ്സിലാവും. അപ്പൊ എത്ര കമ്മീഷൻ കൊടുത്തു, ഇതെല്ലാം എന്താണ്, ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണ് അല്ലെ. നമ്മൾ എത്ര കമ്മീഷൻ കൊടുത്തു, ഓരോ ബ്രാഞ്ചസിന് എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്രമാത്രം സെയിൽസ് ഉണ്ട്, ഇതെല്ലാം അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പ്രോപ്പർ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ബുക്കുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്ത്, ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് തന്നെ പറയുന്നത്. Then അടുത്തത് suggestions for improvement. To give concrete suggestion for the improvement in the working of the various branches, proper books of accounts are to be kept. അതായത് to give concrete suggestions for the improvement of the working of the branches. ഇപ്പം നമുക്കറിയാം ഓരോ ബ്രാഞ്ചസിന്റെ വർക്കിംഗ് എത്രയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് സജഷൻസ് കൊടുക്കേണ്ടടുത്ത് എന്ത് ചെയ്യണം, നല്ല നല്ല സജഷൻസ് കൊടുത്തേ പറ്റും. അപ്പൊ ഈ സജഷൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം, ഓരോ ബ്രാഞ്ചസിന്റെ പെർഫോമൻസ് എന്താണെന്ന് അറിയണം. ഓരോ ബ്രാഞ്ചസിന്റെ പെർഫോമൻസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പൊ ഇതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല നല്ല സജഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഓരോ ബ്രാഞ്ചസിന്റെ പെർഫോമൻസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേണ്ട സജഷൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇതിനെല്ലാം തന്നെ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ എന്താവശ്യമാണ്, ബ്രാഞ്ച് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിങ് കൊണ്ടുള്ള എന്താണ് ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പൊ എന്തൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. ഒന്നെന്താണ്, ഒരു ബ്രാഞ്ചസിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയുന്നതിന് അവിടെ എന്തുണ്ടായിരിക്കണം, ബ്രാഞ്ച് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്, ഓരോ ബ്രാഞ്ചസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും ബ്രാഞ്ച് അക്കൗണ്ടിങ് സഹായിക്കുന്നു. പിന്നെന്താ പറഞ്ഞത്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് അല്ലെ. നമുക്ക് ഈ പറയുന്ന ഓഡിറ്റും കാര്യങ്ങളൊക്കെ, നമ്മുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് പല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പറയുമെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് കമ്മീഷൻ. ഓരോ ബ്രാഞ്ചസിന്റെയും അവരുടെ പെർഫോമൻസ് അനുസരിച്ചാണ് കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചസിനും എന്തുമാത്രം കമ്മീഷൻ കൊടുക്കണം എന്ന് അറിയണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ബ്രാഞ്ച് അക്കൗണ്ടിങ് ഉണ്ടായിരിക്കണം. പിന്നെ ബിസിനസിന്റെ എക്സ്പാൻഷൻ, പിന്നോക്കം നിൽക്കുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ അവർക്ക് വേണ്ട സജഷൻസ് കൊടുക്കാനും എന്താവശ്യമാണ്, ബ്രാഞ്ച് അക്കൗണ്ടിങ് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രാഞ്ചസ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, പർപ്പസ്, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായപ്പോൾ നമുക്ക് ഏകദേശം എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്നൊരു ധാരണയായി എന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതലായിട്ടുള്ള തിയറി പോർഷൻസുകളുണ്ട്, അത് നമുക്ക് വരും വീഡിയോസിലൂടെ കാണാം.